നമസ്കാരം. കേരളത്തിൽ ഏറ്റവും സെൻസേഷണലായി നിൽക്കുന്ന സംഭവം അല്ലെങ്കിൽ ഏറ്റവും സെൻസേഷണലായി നിൽക്കുന്ന ഇവന്റ് എന്താണെന്ന് അറിയാമോ? അത് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഭജനയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു അതിഥിയെ ഈ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ ഫിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ക്യാമറ അയക്കാൻ നോക്കുമ്പോൾ ആ പ്രദേശത്തേക്ക് വണ്ടി പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തേക്ക് വണ്ടി പോകാൻ കഴിയാത്ത വിധത്തിൽ, അതായത് മുമ്പ് ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം പണ്ട് കണ്ടിട്ടുള്ളത്, ഒരിക്കൽ തലശ്ശേരിയിൽ മമ്മൂട്ടി ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അത് പക്ഷേ ബസ്സൊക്കെ അല്പം റൂട്ട് തിരിച്ചുവിട്ട സംഭവമുള്ളൂ. പക്ഷേ ഈ ഭജന നടക്കുന്നതുകൊണ്ട് ആ മേഖലയിലേക്ക് തന്നെ ആളുകൾക്ക് കാലുകുത്താൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഒരു വാഹനം അപ്പുറത്ത് പോയി അവിടെ പാർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ വലിയ ജനസമുദ്രം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ഭജനയിൽ അലിഞ്ഞില്ലാതാവാണ്. അപ്പോൾ ഒരു കൊല്ലം മുമ്പ് 1.5 കൊല്ലം മുമ്പൊക്കെ ഈ ഭജന യൂട്യൂബിലൊക്കെ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് രാധധൻ പ്രേമത്തോടാണോ കൃഷ്ണ എന്ന പാട്ട് വളരെ മനോഹരമായി ഭജൻ രൂപത്തിൽ ചൊല്ലുന്നത് നല്ല രസമാണ് കേട്ടിരിക്കാൻ. എനിക്ക് ഇപ്പോൾ ഇവരെ കാണണം അല്ലെങ്കിൽ ഈ ഭജന നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇതൊരു മോപ്പ് ഫ്രൻസിയായി മാറുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലാണ്. അത് നേരത്തെ പറഞ്ഞ ആ പിന്മടക്കത്തിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാപ്രയ്ക്ക് പോലും ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്നു കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഇവൻറ്റ് ഭജൻസ് ആണെന്ന്. നന്ദഗോവിന്ദൻ ടീമൊക്കെ അവതരിപ്പിക്കുന്ന ഭജൻസ്. അവർ മാത്രമല്ല, വേറെയും നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഭജൻസുമായിട്ടുണ്ട്. അതിനൊക്കെ നല്ല ആളുകളുമുണ്ട് കാണാൻ. പക്ഷേ ഇവരാണ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നവർ. അവർ അത്രയേറെ ജനപ്രിയരായി കഴിഞ്ഞു. അപ്പോൾ ഈ കേരളത്തിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് കേരളമെന്നും ചുവന്ന മണ്ണും എന്നൊക്കെ പലപ്പോഴും ആലങ്കാരികമായി പറയുന്ന ഈ കേരളത്തിൽ ഇത്രയും വലിയ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ചവർ സ്റ്റോറിക്കാരിയും വന്നിട്ട് അയ്യോ പിണറായി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ ഈ ഭജന കാണാൻ ഇത്രയേറെ ആളുകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഒരു പ്രോഗ്രാമും നടത്തുന്നത് നിങ്ങൾ കാണില്ല. ഇങ്ങനെ ഒരെണ്ണം കണ്ടിരുന്നു. ഉത്തർപ്രദേശിൽ കുംഭമേള നടന്ന സമയത്ത് കേരളത്തിൽ നടക്കം കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ സാക്ഷര കേരളത്തിൽ നിന്ന് കുംഭമേളയിൽ പങ്കെടുക്കാൻ മലയാളികൾ പോയിരുന്നു എന്ന തരത്തിൽ അന്തം വിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു വനിതാ മാധ്യമപ്രവർത്തകയെ നമ്മൾ കാണുകയും അതിനുശേഷം ആ ഒരൊറ്റ പരാമർശത്തിൻ്റെ പേരിൽ അവർ ഏറിപ്പോകുന്ന കാഴ്ചയും കണ്ടു. അതേ അവർ ജീവിക്കുന്ന കേരളത്തിലാണ് ഇപ്പോൾ ഈ മാപ്ര പറഞ്ഞ പോലെ ഇത്രയും ട്രെൻഡിങ് ആയ ഒരു ഇവൻറ്റ് നടക്കുന്നത്. ഇത് 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ വൈറൽ ലെവലിലേക്ക് വന്നത്. അവർ 2000 തുടങ്ങിയതാണ്. വർഷങ്ങളുടെ നീണ്ട ഒരു തപസ്യ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവർ സ്വപ്നം കണ്ട രീതിയിലുള്ള ഒരു വിജയം ഒരുപക്ഷെ അവർക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് കിട്ടിയത്. അപ്പോഴും പെട്ടെന്ന് കത്തിയെരിഞ്ഞ് പൊയ്ക്കോളും എന്നാണ് തുടക്കത്തിൽ പലരും വിചാരിച്ചിരുന്നത്. എന്നാൽ അതല്ല സംഭവിച്ചത്. ഓരോ ദിവസം കഴിയുന്നവരും കൂടുതൽ ആളുകളിലേക്ക് സ്വീകരിക്കപ്പെടുന്നു. അവർ ഇതിനെ ആസ്വദിക്കുന്നു. അവർ കൂടി ഇതിൽ പങ്കുകൊള്ളുന്നു. അങ്ങനെ അവർ ആനന്ദിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് എത്ര ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത സംഗതിയാണ് സമാധാനം, ആനന്ദം എന്നൊക്കെ പറയുന്ന സംഗതി, നിർവൃത്തി. അത് ഈ ഭജൻ കേട്ടാൽ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ അവതരിപ്പിക്കുന്ന ഏതാനും മണിക്കൂറുകളുള്ള ആ ഭജനയിൽ പങ്കുചേരാനും അതിൽ ആനന്ദിക്കാനും വേണ്ടിയിട്ട് ഇയാൾ പറഞ്ഞതുപോലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നത്. ആ പ്രദേശം തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ട്രാഫിക് ബ്ലോക്കിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്രയേറെ ആളുകളെ അത് ആനന്ദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ വിശ്വാസം അല്ലെങ്കിൽ ആചാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ചില സംഗതി തന്നെയാണ്. അതിൽ ശരിക്കും അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ആ ടീമിനെയും അതിൽ പങ്കെടുക്കുന്ന ആളുകളെയും. മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ശാന്തിയും സമാധാനവും സന്തോഷത്തോടു കൂടി ഈ ജീവിതം മരിച്ച് ശാന്തമായി പോകാൻ വേണ്ടിയിട്ടാണല്ലോ. ഒരു ഭജനയ്ക്ക് മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ പറ്റുമെങ്കിൽ, സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ വലിയ കാര്യമല്ലേ.